നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. പതിവ് പോലെ ഇത്തവണയും മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉപേക്ഷിക്കണം എന്ന ആവശ്യക്കാർ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇക്കുറി രാഷ്ട്രീയ നേതൃത്വവും അത് ഏറ്റെടുത്തിരിക്കുന്നു. മുല്ലപ്പെരിയാറിൽ ആശങ്ക പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് പാർലമെന്റിലടക്കം ആവശ്യമുയർത്തിക്കഴിഞ്ഞിരിക്കുന്നു ജനപ്രതിനിധികൾ. ഇടവേളകളിൽ ഉയർന്നുവരുന്ന മുല്ലപ്പെരിയാർ എന്ന ആവശ്യത്തിന് അല്ലെങ്കിൽ പുതിയ അണക്കെട്ട് എന്ന മുറവിളിക്ക് ഇത്തവണ പ്രാധാന്യം കൂടുന്നുണ്ടോ? വയനാട്ടിലെ വലിയ ദുരന്തം കണ്ട മലയാളി ഇനിയൊരു ദുരന്തത്തിലേക്ക് നമ്മൾ ചെന്നടുക്കണോ എന്ന ചോദ്യം മുല്ലപ്പെരിയാറിനെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ആ ചോദ്യം ഗൗരവത്തിലെടുക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ബാധ്യതയുണ്ടോ? സുപ്രീം കോടതിയുടെ വിദഗ്ധ സമിതി പരിശോധിച്ച് ബലമുറപ്പിച്ച പലകുറി ബലക്കൂട്ടൽ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ അണക്കെട്ടിന് ഇപ്പോൾ ഒരു മാറ്റം വേണമെന്നാവശ്യപ്പെടാൻ നമ്മുടെ മുമ്പിൽ പുതിയ കാരണങ്ങളുണ്ടോ? പുതിയ തെളിവുകളുണ്ടോ? പുതിയ വിവരങ്ങളുണ്ടോ? പുതിയ അന്വേഷണ റിപ്പോർട്ടുകളുണ്ടോ? കേവലമായ വൈകാരിക ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയുമോ? ഇരു സംസ്ഥാനങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു ഉഭയകക്ഷി ചർച്ചയിലേക്ക് കടക്കാൻ കഴിയുമോ? മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങൾ എന്തെല്ലാമാണ്? സുപ്രീം കോടതിയുടെ വിദഗ്ധ സമിതി സർട്ടിഫൈ ചെയ്തുവെങ്കിലും ഒരു മനുഷ്യനിർമ്മിതിക്ക് 130 കൊല്ലമൊക്കെ നിൽക്കാൻ കഴിയുമോ എന്ന യുക്തിസഹമായ ചോദ്യത്തിന് ഉത്തരം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ അണക്കെട്ട് എത്ര കാലം നിൽക്കും, എന്ന് നമുക്ക് ഡീകമ്മീഷൻ ചെയ്യാൻ കഴിയും എന്നൊരു കാലഗണനയെങ്കിലും നിശ്ചയിക്കാൻ നമുക്കായിട്ടുണ്ടോ? മുല്ലപ്പെരിയാർ ഒഴിവാക്കിയേ പറ്റൂ എന്ന മുറവിളി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെ പോലും ഇല്ലാതാക്കും വിധത്തിൽ വളരുമോ? അങ്ങനെയെങ്കിൽ നമുക്ക് ആ കാര്യത്തിൽ കരുതൽ വേണ്ടതില്ലേ? പല ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു മുല്ലപ്പെരിയാറിനെ മുൻനിർത്തിക്കൊണ്ട്. ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ ഇന്ന്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPIM-ൽ നിന്ന്, PC സെറിയക്ക് തമിഴ്നാട്ടിലെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു, പ്രൊഫസർ CP റോയ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പ്രതിനിധി, ഡോക്ടർ ജോ ജോസഫ് ഈ കേസിലെ ഹർജിക്കാരൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന മുറവിളിയെ ഗവൺമെൻറ് ഗൗരവത്തിലെടുക്കുന്നുണ്ടോ ഇപ്പോൾ? മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ 2015 അന്തിമമായി സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധി കേരളത്തിന് അനുകൂലമായിരുന്നില്ല. 2004 കേരളത്തിനെതിരായി സുപ്രീം കോടതി വിധിച്ചപ്പോൾ ആ വിധിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി കേരള സർക്കാർ, UDF സർക്കാർ ഒരു നിയമനിർമ്മാണം നടത്തി. ആ നിയമനിർമ്മാണം റദ്ദാക്കിക്കൊണ്ടാണ് 2015 അന്തിമ വിധി വന്നത്. ആ വിധിയിൽ ഒരു പഴയ അണക്കെട്ടുണ്ടായിരുന്ന സ്ഥാനത്ത് പഴയ അണക്കെട്ടല്ല, പുതിയ അണക്കെട്ട് തന്നെ ഞങ്ങൾ നിർമ്മിച്ചു എന്ന് വാദിക്കുന്ന വിധം, എന്താണോ ഈ പുതിയ അണക്കെട്ട് അല്ലെങ്കിൽ പഴയ അണക്കെട്ട് ബലപ്പെടുത്താൻ വേണ്ടി അവർ ചെയ്തത് എന്ന് തെളിയിക്കുന്ന വിധം രേഖകളുടെ അടിസ്ഥാനത്തിലും അവർ ചെയ്ത പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലുമാണ് കോടതിയിൽ സാങ്കേതികമായി അത് അവതരിപ്പിക്കാൻ തമിഴ്നാട് ശ്രമിച്ചത്. UDF സർക്കാരിൻ്റെ കാലമായിരുന്നു. ബഹുമാനപ്പെട്ട PJ ജോസഫായിരുന്നു അന്നത്തെ മന്ത്രി. ആ കാലഘട്ടത്തിൽ അന്തിമമായി വിധി വന്നപ്പോൾ വിധി തമിഴ്നാടിന് അനുകൂലമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട PJ ജോസഫ് ഈ അണക്കെട്ട് ഉടനെ പൊട്ടുമെന്നെല്ലാം പറഞ്ഞത് അത്രത്തോളം വസ്തുതയായിരുന്നുവെന്ന് പിന്നീട് നമുക്ക് എത്രത്തോളം നമുക്ക് കാണാനായി നമുക്കറിയാം. എന്തായാലും LDF അധികാരത്തിൽ വന്നപ്പോൾ ഏത് അണക്കെട്ടിനൊരു ആയുസ്സുണ്ടല്ലോ. അതുകൊണ്ട് ഈ അണക്കെട്ട് ഇപ്പോൾ ബലപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞാലും അണക്കെട്ട് പുതുതായി മറ്റൊന്ന് സ്ഥാപിക്കേണ്ടി വരുമല്ലോ. അത് തമിഴ്നാടിനെ കൂടെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കേരളം അതിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം, നിലപാടിൽ ഉറച്ചു നിൽക്കണം. പുതിയ അണക്കെട്ട് വേണമെന്ന് കേരള നിയമസഭ പ്രമേയം പാസ്സാക്കി, ഐകകണ്ഠ്യേനയാണ്. അണക്കെട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു DPR, ഒരു സ്ഥലം കണ്ടെത്തി DPR തയ്യാറാക്കുന്ന ജോലി ആ സർക്കാർ പൂർത്തിയാക്കി. മൂന്നാമത്തത്, വനത്തിനകത്താണ് നിർമ്മിക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ സർക്കാരിൻ്റെ വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി വേണം. ആ അനുമതിക്കായിട്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഈ കാര്യങ്ങളെല്ലാം സമർപ്പിച്ചു. വനം പരിസ്ഥിതി മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ കൂടിയാലോചനകളൊന്നും നടത്തുന്നില്ല. അവർ വളരെ വേഗം ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട് ജയിച്ചിരിക്കുകയാണെങ്കിലും ആളുകളുടെ ആശങ്ക പരിഗണിച്ച് തമിഴ്നാടും കേരളവും കൂടിച്ചേർന്ന് ഒരു തീരുമാനമുണ്ടാക്കുമ്പോൾ പുതിയൊരു സംവിധാനം വന്നിരിക്കുന്നു. ഡാം സുരക്ഷാ നിയമം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിരിക്കുന്നു 2012. അതുപ്രകാരം ഇവിടെ നിലവിലുള്ളതും നിർമ്മിച്ചിട്ടുള്ളതുമായ എല്ലാ അണക്കെട്ടുകളുടെയും സുരക്ഷിതത്വം ഒരു അതോറിറ്റി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഡാം സുരക്ഷാ അതോറിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷേ കേന്ദ്ര സർക്കാർ ഡാം സുരക്ഷാ അതോറിറ്റിയെ ഇതേവരെ നിയോഗിച്ചിട്ടില്ല, ഒരു സമിതിയെ കണ്ടെത്തിയിട്ടില്ല. ആ സമിതി വരുന്നത് വരെ
ഈ മുല്ലപ്പെരിയാർ കേസിനകത്ത് 2015 ഒരു വിധി പ്രകാരം ഇപ്പോൾ ഒരു സുരക്ഷാ സമിതി ഉണ്ട്. അപ്പോൾ നിലവിൽ ഒരു സുരക്ഷാ സമിതി ഉണ്ട്. ആ സമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു. അണക്കെട്ടിൻ്റെ കുറവുകളെ സംബന്ധിച്ച് നമ്മൾ നമ്മുടേതായ വാദങ്ങൾ ആ സമിതി മുന്നാകെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുക, പുതിയ അണക്കെട്ട് നിർബന്ധമാക്കുക എന്ന തരത്തിലേക്ക് തമിഴ്നാടിനെ ബാധ്യതപ്പെടുത്തുന്ന ഒരു തെളിവുകൾ കേരളത്തിന് മുന്നോട്ട് വെക്കാൻ ഇപ്പോൾ ആയിട്ടില്ല. യെസ്, അപ്പോൾ കേരളത്തിന്റെ മുമ്പിൽ ആ കാര്യത്തിലുള്ള തെളിവുകളുടെ പരിമിതി ഉണ്ട് എന്നതാണ്. അതേസമയം നമുക്ക് വലിയ ആശങ്കയും ഇവിടെ ഉണ്ട്, ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് നിർമ്മിതിക്കും സ്വാഭാവികമായ ഒരു ആയുസ് ഉണ്ടാവും. അതുകൊണ്ട് ഇതിന്റെ ആയുസ് എത്രയാണെന്നെങ്കിൽ നമുക്ക് തീരുമാനിക്കാൻ ഒരു ധാരണയിലെത്താൻ കഴിയണമെന്നുണ്ട്. അത് ജനൽകുമാർ, ഞാൻ ചോദിക്കുന്നത് നിയമപരമായ ഒരു പോരാട്ടത്തിൽ നമുക്ക് പൊടുന്നനെ വിജയിക്കാനുള്ള പരിമിതികളെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. പക്ഷേ തമിഴ്നാടിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നമ്മളും തമ്മിൽ നല്ല ബന്ധമുണ്ട്, ഒരർത്ഥത്തിൽ സാഹോദര്യ ബന്ധം തന്നെയുണ്ട്. രണ്ടിടത്തെയും മുഖ്യമന്ത്രിമാർ ആ നിലയ്ക്ക് വലിയ അടുപ്പമുള്ളവരാണ്. കോടതിയുടെ നിയമത്തിൻ്റെ വഴിക്ക് പുറത്ത് നമുക്ക് ആ കാര്യത്തിലൊരു സമവായം ഉണ്ടാക്കാൻ, ഒരു ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? നടത്തി അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാനായാൽ കോടതി നിങ്ങൾ തമ്മിൽ ധാരണയായ ഒരു സംഗതി വേണ്ട എന്നും പറയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്തൂടെയുള്ള ഒരു സാധ്യത നമ്മൾ എന്തുമാത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട്, പയറ്റുന്നുണ്ട്? അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജയലളിത മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് അത് റീഇൻഫോഴ്സ് ചെയ്തതെന്നുള്ളതാണ് രേഖകൾ കൊണ്ട് കാണുന്നത്. ആ റീഇൻഫോഴ്സ് ചെയ്തതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ സാങ്കേതികമായ മികവുകളെ സംബന്ധിച്ചും അവർക്ക് ധാരാളം അവകാശവാദങ്ങളുണ്ട്. അതനുസരിച്ച് ഒരു പുതിയ അണക്കെട്ട് എത്ര വരുമോ അതിനേക്കാളേറെ ചിലവ് അവർ ചെയ്തു എന്നുള്ളതാണ് അവരുടെ കേസ്. സ്വാഭാവികമായി തമിഴ്നാട്ടിലെ ജനങ്ങളാകെ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ അവിടെ അണ്ണാ DMK ഉണ്ട്, അവർ പ്രതിപക്ഷത്താണ്. ഒരു കൺസെൻസസിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം വരണം. ഒരു മുന്നണിക്ക് മാത്രമായിട്ട് ഏതെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയില്ല, പ്രത്യേകിച്ചും നദീജലമാണ്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, വൈഗ എന്ന് പറയുന്നത് തൊട്ടടുത്തൊരു ഡാമാണല്ലോ, വൈഗ നദി എന്ന് പറയുന്നത്. ഈ അണക്കെട്ടിന് എന്തെങ്കിലും ബലക്ഷയമുണ്ടായാൽ അത് തമിഴ്നാട്ടിലെ വൈഗ നദി കരിയിലെ മനുഷ്യരെ ബാധിക്കും. തമിഴ്നാട് അതാ പറയുന്നത്. നിങ്ങൾ മലയാളികളുടെ സുരക്ഷ എന്ന് പറയുമ്പോൾ ഈ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ വൈഗയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പ്രശ്നമാണ്. പക്ഷേ ഞങ്ങളുടെ ബോധ്യം എന്താണ്? ഒരു വലിയ അണക്കെട്ട് പകരമുണ്ടാക്കിയിരിക്കുന്നു ഞങ്ങൾ. അതുണ്ടാക്കിയിട്ട് 20-25 കൊല്ലം പൂർത്തിയായിട്ടില്ല, കാൽ നൂറ്റാണ്ട് പൂർത്തിയായിട്ടില്ല, 25 കൊല്ലം പൂർത്തിയായിട്ടില്ല. അത് റീഇൻഫോഴ്സ് ചെയ്തതിൻ്റെ മൊത്തം തെളിവുകളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതി പരിശോധിച്ചപ്പോൾ റീഇൻഫോഴ്സ് ബലപ്രയോഗം ചെയ്തിട്ടുള്ളത് നല്ല ബലത്തിലാണ് എന്നും അതുകൊണ്ട് അത് പൊട്ടുമെന്ന നിലയ്ക്കുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും കോടതി വിധിച്ചിരിക്കുകയാണ്. ശരി, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സമവായ ചർച്ച ഓപ്പൺ ചെയ്യാനുള്ള തടസ്സവും കൂടിയാണ് താങ്കൾ പറഞ്ഞത്. അവരുടെ പൊസിഷൻ തന്നെ വേറെയാണ്. ഒറ്റ കാര്യം കൂടി സനൽകുമാർ, ഇപ്പോൾ അതായത് സർക്കാരിൻ്റെ പൊസിഷൻ, നമുക്കിത് എപ്പോഴെങ്കിലും ഒരു തീരുമാനം, എത്ര ഇതിന് ആയുസ് എന്ന കാര്യത്തിലൊരു തീരുമാനം വേണം. എപ്പോൾ നമുക്ക് ഡീകമ്മീഷനിലേക്ക് പോകാൻ കഴിയും, ഒരു മനുഷ്യ നിർമ്മിതിക്ക് എന്തുമാത്രം ആയുസുണ്ട്, എത്ര തവണ ബലം കൂട്ടിക്കൂട്ടി നിൽക്കാൻ കഴിയുന്ന കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാക്കണമല്ലോ. എന്നാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് സ്ഥാപിക്കാൻ പറ്റിയ തെളിവുകളുമില്ല. അതായത് നമ്മൾ കേരളത്തിലെ ജനങ്ങളോട് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, ഭരണകൂടം പറയുന്നത് ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ആശങ്കപ്പെടാൻ തക്കതായി ഒന്നുമില്ല, അത് വേണ്ട എന്നാണ്. അല്ല, കേരളത്തിലെ അഡ്മിനിസ്ട്രേഷന് പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ കേസ് സുപ്രീം കോടതി പോയി. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് 2 സംസ്ഥാനങ്ങളുടെ തർക്കം എങ്ങനെ തീർക്കും? ആ രാജ്യത്തെ നിയമപ്രകാരം സുപ്രീം കോടതി അന്തിമമായൊരു വിധി പറഞ്ഞു. ആ വിധിയിൽ നിൽക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം ഇപ്പോൾ കേരളത്തിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. പോകാൻ ഒരു മാർഗമില്ല. ശരി, കേരളത്തിന്റെ നിലപാട് അവിടെ നിൽക്കുകയാണ്. പക്ഷേ സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ദ ലാൻഡ് ആണ്, അംഗീകരിച്ച നിവൃത്തിയുള്ളൂ എന്നാണ്. അല്ല, PC സിറിയക്ക് ഈ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായി വരുന്ന ഈ വൈകാരിക അതിരേകം, വലിയ മുറവിളികൾ, പൊട്ടാൻ പോകുന്നേ, 4 ജില്ലകൾ വെള്ളത്തിലാവാൻ പോകുന്നു, ഇത്ര ലക്ഷം ആൾക്കാർ മരിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ഈ ബഹളം തമിഴ്നാടിൻ്റെ കർണത്തിൽ പതിക്കുന്നേയില്ലേ? കേരളത്തിലെ ആളുകളുടെ മനസ്സിൽ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അത് കുറേ അധികം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റും പറഞ്ഞ് ആ ആശങ്ക വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ റസൽ ജോയിയെ പോലെയുള്ള അഡ്വക്കേറ്റുമാരും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും അവരുടെ മനസ്സിൽ ആശങ്ക പുലർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തമിഴ്നാട്ടുകാർക്ക് വെള്ളം കൊടുക്കുന്നതിൽ യാതൊരു എതിർപ്പുമില്ല. തമിഴ്നാടിൻ്റെ ജലം കേരളത്തിന് സുരക്ഷ, ഇതാണ് കേരളത്തിലെ ആളുകളുടെ മുദ്രാവാക്യം. തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ. ഇതിലാർക്കും കുറ്റം പറയാനില്ല.
ഇപ്പം വാസ്തവത്തിൽ തമിഴ്നാട് പുതിയ ഡാം സൃഷ്ടിച്ചു എന്നെല്ലാം ശ്രീ അനിൽകുമാർ പറഞ്ഞത് അല്പം അതിശയോക്തി കലർന്നുപോയി. വാസ്തവത്തിൽ അങ്ങനെയല്ല നടന്നിരിക്കുന്നത്. ആ ഡാമിനെ സ്ട്രെങ്തൻ ചെയ്ത് ബലവത്താക്കി. പക്ഷെ ഡാമിനെ ബലവത്താക്കിയതിനേക്കാൾ കൂടുതൽ നിർണായകമായ ഒരു കാര്യം അവിടെ നടന്നത്, അവിടുത്തെ വാട്ടർ ലെവൽ 152 136 കുറച്ചു. അതായത് 156 35 എന്ന് പറഞ്ഞാൽ മൊത്തം കപ്പാസിറ്റിയുടെ 1/3 കുറച്ചതാണ്. അതൊരു വലിയ നേട്ടമായി പോയി ഡാമിൻ്റെ സുരക്ഷയ്ക്കും ഡാമിൻ്റെ നിലനിൽപ്പിനുമെല്ലാം. അപ്പം വാസ്തവത്തിൽ എൻ്റെ മനസ്സിൽ ഇപ്പം തോന്നുന്നത്, ഇപ്പം ഈ ബലവത്താക്കലെല്ലാം കഴിഞ്ഞ് 136 അടി തന്നെ തുടർന്ന് നിലനിർത്തിയാൽ 142 പോകാൻ സുപ്രീം കോടതി അനുവദിച്ചെങ്കിലും അത് ചെയ്യരുതെന്ന് നമ്മൾ തമിഴ്നാടിനോട് അഭ്യർത്ഥിച്ച് 136 നിലനിർത്താൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയ ആപത്തൊന്നും ഇല്ലാതെ പോകും. പക്ഷേ ഒരു ഭൂചലനം അവിടെ ഉണ്ടാകുമോ, ഭൂമി കുലുക്കം ഉണ്ടാകുമോ, എർത്ത് ക്വേക്ക് ഉണ്ടാകുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ എർത്ത് ക്വേക്ക് ഉണ്ടാകുകയിൽ എന്ത് ഫലം, എന്തുണ്ടാകും? തീർച്ചയായിട്ടും ആർക്കും ഉത്തരം പറയാനാവില്ല. ഇത് സേഫാണ്, ഏത് എർത്ത് ക്വേക്കിനെയും ഇത് എതിർത്ത് നിൽക്കാൻ കഴിയും എന്ന് ഉറപ്പ് പറയാൻ ആരുമില്ല. കാരണം അത് ആർക്കും പറയാൻ പറ്റാത്തൊരു അനിശ്ചിതത്വം കലർന്ന സ്ഥിതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു അനിശ്ചിതത്വം നമ്മുടെ മുകളിൽ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ചും പലരും ജനങ്ങളെ പറഞ്ഞ് ആ ഒരു അനിശ്ചിതത്വത്തിനെ മാഗ്നിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നത് തമിഴ്നാടിനോട് അഭ്യർത്ഥിക്കുക, നിങ്ങൾ 136 അടിയിൽ തന്നെ തൽക്കാലം നിൽക്കണം. സുപ്രീം കോടതി ഞങ്ങളെ 142 ആക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രയാസമില്ല. കാരണം 136 അടി കഴിഞ്ഞ 35 വർഷമായി ഇരുന്നപ്പോൾ കേരളത്തിലെ ആളുകൾക്ക് ആശങ്കയുണ്ടായില്ല. ആ 136-35 വർഷം ഇരുന്നപ്പം തമിഴ്നാട്ടിലെ ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. അവിടെ 1980 അവിടെ ഏതാണ്ട് 1.25 ലക്ഷം ഏക്കർ മറ്റുമായി ആയിരുന്നു ഈ പെരിയാർ ജലം കൊണ്ട് ജലസേചനം നടന്ന കൃഷിസ്ഥലം. ഇന്ന് ആ 1.25 ലക്ഷം ഏക്കറിൻ്റെ സ്ഥാനത്ത് 2.25 ലക്ഷം ഏക്കറുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഒരു 30 കൊല്ലക്കാലം ജലനിരപ്പ് 136 അടിയിൽ പരിമിതപ്പെടുത്തിയിരുന്നെങ്കിലും തമിഴ്നാടിന് അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായില്ല. 136 അടിയായി നിയന്ത്രിച്ച് നിർത്തിയപ്പോഴും അവിടെ വന്ന പെരിയാർ ജലം മുഴുവൻ അങ്ങനെ തന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു. അത് അവരുടെ സാമർഥ്യമെന്ന് വേണം പറയാൻ, തെറ്റൊന്നുമില്ല. ആ വെള്ളം ഏറ്റവും സമർത്ഥമായി ഉപയോഗിച്ച് കൂടുതൽ വിസ്തൃതിയിലേക്ക് ജലസേചനം നടത്താനുള്ള തമിഴ്നാടോട് നമ്മൾ അഭ്യർത്ഥിക്കാം. അവരത് എന്തുമാത്രം കേൾക്കുമെന്നതാണ്. അവരെ സംബന്ധിച്ച് നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ ജലസേചനം പോലുള്ള വലിയ ആവശ്യങ്ങൾ അവരുടെ മുമ്പിൽ ഞാൻ പറയാനിരിക്കുന്നേ ഉള്ളൂ. ഞാനൊന്ന് വരാം. അല്ല, CP റോയ് സമരസമിതിയുടെ പ്രതിനിധി കൂടി നമ്മോടൊപ്പം. CP റോയ്, ഈ സുപ്രീം കോടതി പരിഗണിച്ച് തീർപ്പാക്കി വെച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. എന്ന് വെച്ചാൽ സുപ്രീം കോടതി ഒരു തീർപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അത് റീഓപ്പൺ ചെയ്യാനും തക്കവണ്ണത്തിലുള്ള എന്തെങ്കിലും പുതിയ സംഗതികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടോ? പുതിയ എന്തെങ്കിലും ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഗുരുതരമായ ബലക്ഷയത്തിന് എന്തെങ്കിലും കാഴ്ചകൾ, ഇത് മുഴുവൻ മാറ്റിപ്പണിതേ മതിയാകൂ എന്ന് സുപ്രീം കോടതിക്ക് ഇത് വീണ്ടും പരിശോധിക്കണമെന്ന് തോന്നാൻ തക്കവണ്ണം വല്ലതും ഉണ്ടോ? അതോ ഈ ഫേസ്ബുക്കിലെ ബഹളമേ ഉള്ളോ, ഇൻസ്റ്റഗ്രാമിലെ? കേരളത്തിൽ ആശങ്കകൾ ഉണ്ടാക്കിയത് 1978 സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. ഡാം പരിശോധിച്ച് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഡാം അടിയന്തരമായി അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ഡാമിലെ ജലനിരപ്പ് അടിയന്തരമായി താഴ്ത്തി അറ്റകുറ്റപ്പണി തുടങ്ങിയപ്പോഴാണ് കേരളത്തിലെ ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയത്. അതിനുശേഷം അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി സെൻട്രൽ വാട്ടർ കമ്മീഷൻ അന്ന് ലോവർ ചെയ്ത PC സിറിയക് സാർ പറഞ്ഞതുപോലെ 152 അടി ജലനിരപ്പ് 136 അടിയാക്കി കുറച്ചു. 12 വർഷത്തെ അറ്റകുറ്റപ്പണിക്ക് ശേഷം, അതായത് 1992 അറ്റകുറ്റപ്പണി കഴിഞ്ഞ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ എഞ്ചിനീയർമാർ ഡൽഹിക്ക് മടങ്ങുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് പഴയ 152 അടിയാക്കാൻ അവർ വിസമ്മതിച്ചു. അവർ താഴ്ത്തിയ ജലനിരപ്പ് 136 തന്നെ നിലനിർത്തിയിട്ടാണ് അവർ ഡൽഹിക്ക് പോകുന്നത്. പക്ഷേ 1998 തമിഴ്നാട്ടുകാരൻ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ കേസ് വീണ്ടും പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. മുല്ലപ്പെരിയാർ ഡാം അറ്റകുറ്റപ്പണിക്ക് ശേഷം സേഫാണെന്നും ജലനിരപ്പ് പഴയ 152 അടിയിലേക്ക് 152 അടിയിലേക്ക് ഉയർത്തണമെന്നുള്ളതായിരുന്നു സുബ്രഹ്മണ്യ സ്വാമിയുടെ കേസ്. അത് കേസ് ഏതാണ്ട് 8 വർഷത്തെ വാദം കേട്ടതിന് ശേഷം 2006 സുപ്രീം കോടതി വിധിച്ചത് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്നും മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ആദ്യം 142 അടിയിലേക്ക് ഉയർത്താമെന്നും
അതിനുശേഷം അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ബേബി ഡാമിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണിക്ക് ശേഷം അത് 152 അടിയിലേക്ക് ഉയർത്താമെന്ന് സുപ്രീം കോടതിയുടെ 2006 വിധിയാണ്. ഫെബ്രുവരി 27 വന്ന വിധിയാണ്. 2006 ഫെബ്രുവരി 27 വന്ന വിധിയാണ് കേരളത്തിൽ ആശങ്ക സൃഷ്ടിച്ചത്. അവിടെ നിന്നാണ് മുല്ലപ്പെരിയാർ സമരമുണ്ടാകുന്നത്, സമരസമിതി രൂപപ്പെടുന്നത്, കേരളം ഒട്ടൊട്ടായി സമരം ചെയ്തത്. ഈ വിധി മറികടക്കാൻ അനിൽകുമാർ പറഞ്ഞതിലൊരു പെശകുണ്ട്. ഈ വിധി മറികടക്കാൻ ഡാം സേഫ്റ്റി അതോറിറ്റി കേരള നിയമസഭ ഐക്യകണ്ഠേനയാണ് പാസ്സാക്കിയത്. അവിടെ LDF എന്നോ UDF എന്നോ ഇല്ല. ഡാം സേഫ്റ്റി അതോറിറ്റി ബില്ല് കേരള നിയമസഭ ഐക്യകണ്ഠേനയാണ് പാസ്സാക്കിയത്. തുടർന്ന് ഇങ്ങോട്ട് ഈ പ്രശ്നത്തിൽ കേരളം ദീർഘകാലം സമരം ചെയ്തു. ആ സമരം ചെയ്തതിനകത്തും അനിൽകുമാർ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വ്യത്യാസമില്ല. അവിടെ LDFും UDFും ഒന്നിച്ച് തന്നെയാണ് സമരം ചെയ്തത്. ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, ഇന്നത്തെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ എല്ലാ കക്ഷികളും, ഞാൻ ആ സമരസമിതിയുടെ ചെയർമാനായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എല്ലാവരും ഈ സമരത്തിൽ ഒന്നിച്ച് തന്നെയാണ്. അവിടെ അനിൽകുമാർ പറയുന്ന അത്ര രാഷ്ട്രീയം ആ സമരത്തിനില്ലായിരുന്നു. എന്തായാലും 2014 കോടതി വിധി കുറച്ചുകൂടി കേരളത്തിന് ഗുണകരമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. എങ്കിലും കേരളം അന്നും ഇന്നും 1979 സെൻട്രൽ വാട്ടർ കമ്മീഷൻ താഴ്ത്തിയ ജലനിരപ്പ് 136 അടിയിൽ തന്നെ നിലനിർത്തണമെന്ന വാദമാണ് കേരളം അന്നും ഇന്നും മുന്നോട്ട് വയ്ക്കുന്നത്. സിരേഖ് സാർ പറഞ്ഞതുപോലെ തന്നെ ഇനിയാണെങ്കിൽ ഒരു സമവായത്തിന് ശ്രമിച്ചുകൂടെ എന്നാണ് സിരേഖ് സാർ പറഞ്ഞത്. സമവായത്തിന് ശ്രമിച്ചുകൂടെ എന്നാണ് ഈ കേസിലെ ഹർജിക്കാരൻ കൂടിയായ ഡോക്ടർ ജോ ജോസഫ് കൂടി നമ്മോടൊപ്പം. ഡോക്ടർ ജോ ജോസഫ്, ഈ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്നും കേരളത്തിന്റെ ഭാവിയും സുരക്ഷയും അപകടത്തിലാണെന്നുള്ള വലിയ മുറവിളിക്ക് ശേഷമാണല്ലോ സുപ്രീം കോടതി ഇത് പരിഗണിക്കുന്നത്. രാജ്യത്ത് ഇപ്പോൾ ഇത് പരിഗണിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയൂ. സുപ്രീം കോടതി വിദഗ്ധ സമിതിയെ വെക്കുന്നു, പരിശോധിക്കുന്നു. സുപ്രീം കോടതിക്ക് നമ്മൾ ഈ വെക്കുന്ന ബഹളത്തിൻ്റെ ഒന്നും കാര്യം ബോധ്യപ്പെടുന്നില്ല, ഒന്നാമത്തേത്. അതുകൊണ്ട് സുപ്രീം കോടതി തൽക്കാലം അവിടെ നിൽക്കട്ടെ തീരുമാനിക്കുന്നു, വെള്ളത്തിൻ്റെ അടിക്കണക്ക് തീരുമാനിക്കുന്നു. ഒപ്പം പ്രോപ്പർ മോണിറ്ററിങ്ങും സുപ്രീം കോടതി ഏർപ്പാടാക്കുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പം നമ്മൾ ഈ കിടന്ന് ബഹളം വെക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഇത് പിന്നെ സുപ്രീം കോടതിയിൽ ഒരു അടഞ്ഞ അധ്യായമല്ല ഇത്. പിന്നെ ഞാൻ കൊടുത്ത ഹർജിയിൽ 2021 22 2 വിധികൾ കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം 2022 ലഭിച്ച വിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇപ്പം സുപ്രീം കോടതിയുടെ മുമ്പേ ഇരിക്കുന്ന ഒരു നിഗമനം എന്താ വെച്ച് കഴിഞ്ഞാൽ 2011 ഇതിലൊരു കോംപ്രിഹെൻസീവ് ഡാം ഇൻസ്പെക്ഷൻ നടത്തി. 2011 ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഇത് ഡാം സേഫ് ആണെന്ന് പറഞ്ഞു. ആ ഡാം സേഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി അതിൻ്റെ അകത്ത് ഇടപെടാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഞാൻ കൊടുത്ത ഹർജിയിൽ നമുക്ക് കേരളത്തിനൊരു വിധി കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ഫ്രഷ് കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇൻസ്പെക്ഷൻ നടത്തണമെന്ന്. അപ്പം ഞങ്ങൾ അതിന് ആവശ്യമായിട്ടുള്ള തെളിവുകളെല്ലാം പിന്നെ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഡാം സേഫ്റ്റി ഇവാലുവേഷൻ തമിഴ്നാട് കുറച്ച് വളരെയധികം എതിർത്താണ് നിൽക്കുന്നത്. ഇത് നടത്താൻ പറ്റിയില്ല എന്നുള്ള ഒരു പിന്നെ ആവശ്യമാണ് അവരുടെ. ഇപ്പം തൽക്കാലത്തേക്ക് നടത്താൻ പറ്റിയില്ല എന്നുള്ളത്. പക്ഷേ സുപ്രീം കോടതിയിൽ ശക്തമായ ഓർഡറുണ്ട്. ഈ ഡാം സേഫ്റ്റി ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ ഡാമിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ളത് പുറത്തു വരുമെന്നാണ് ഞങ്ങളുടെ ശക്തമായ വിശ്വാസം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഡാമായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ളൊരു ബോഡി ഇത് പരിശോധിച്ച് എന്താണ് പരിഹാരം. ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറയേണ്ടത് ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആൾക്കാർ എന്താണ് പരിഹാരം എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ ജോ ജോസഫ്, ഇതിനകത്ത് സുപ്രീം കോടതി എക്സ്പേർട്സിനെ അല്ലേ വെച്ചത്? അവരല്ലേ പഠിച്ചത്? അവരല്ലേ ഈ കാര്യത്തിൽ ഇതൊരു നിലവിൽ വലിയ അപകടാവസ്ഥയിലല്ല എന്നൊരു തീർപ്പുണ്ടാക്കിയതും കോടതി അറിയിച്ചതും കോടതി അതൊരു വിധിയാക്കി മാറ്റിയതും അങ്ങനെയല്ലേ? വീണ്ടും വീണ്ടും നമ്മൾ വേറെ ഏത് എക്സ്പേർട്ടിനെയാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇത് 2011 നടന്ന പഠനമാണ്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ തന്നെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. എല്ലാ 10 വർഷവും ഇതുപോലെയുള്ള ഡാം പരിശോധിക്കണം. ആ ഗൈഡ് ലൈൻ ഉദ്ധരിച്ചാണ് ഞങ്ങൾ സുപ്രീം കോടതി പോയത്. അപ്പോൾ ഇപ്പം നമുക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. മിക്ക ഡാമുകൾക്കും അപകടം ഉണ്ടാകുന്നത് ഈ ഡാം ബലക്കുറവ് കൊണ്ട് താഴെ വീഴുക എന്നുള്ളതല്ല. ഇതിൻ്റെ അകത്തൊരു ഹൈഡ്രോളജിക് സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് വലിയ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഈ വെള്ളമെല്ലാം കൂടെ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്ന് ഇറക്കി വിടാൻ പറ്റണം. മുല്ലപ്പെരിയാറിൻ്റെ ഏറ്റവും വലിയൊരു
പിന്നെ തകർച്ച എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പഴക്കമല്ല, ഈ ഡാമിന് വരുന്ന വെള്ളമെല്ലാം കൂടെ പുറത്തേക്ക് വിടാനായിട്ടുള്ള ഷട്ടർ കപ്പാസിറ്റി ഇല്ല. അപ്പം അതെന്താ പറ്റുന്നത്, അങ്ങനെ ഷട്ടർ കപ്പാസിറ്റി വലിയൊരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഈ മൂന്നാറിൽ 99 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ആ വെള്ളപ്പൊക്കം പോലെ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വെള്ളം പൊങ്ങി വരും. ഷട്ടർ എത്ര തുറന്നിട്ടാലും വെള്ളം പോവുകയില്ല. അവസാനം ഈ വെള്ളം ഡാമിൻ്റെ മുകളിൽ കൂടെ പോകും. ഡാമിൻ്റെ മുകളിൽ കൂടെ കുറച്ച് നേരം വെള്ളം പോയി കഴിഞ്ഞാൽ എത്ര ബലമുള്ള ഡാമാണെങ്കിലും അത് നിലം പതിക്കും. അതിന് ഓവർ ടോപ്പിംഗ് എന്ന് പറഞ്ഞ് ഒരു അതിപ്രളയം ഉണ്ടായാലുള്ള നിലം പതിക്കുമെന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ ജോ ജോസഫ്, അതിനകത്ത് ഈ മുല്ലപ്പെരിയാറിലെ അണക്കെട്ടിന്റെ സവിശേഷത, അതിന്റെ നിർമ്മാണപരമായ സവിശേഷതയും നമുക്കറിയാവുന്നതാണല്ലോ. നിലം പതിക്കുക എന്നത് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ സാധ്യമായ ഒരു സംഗതിയാണ്. ഞാൻ എൻ്റെ ഒരു സാധാരണ ലോജിക്ക് വെച്ച് ചോദിക്കുകയാണ്. അത് പിരമിഡ് ഷേപ്പുള്ള ഒരു വെയിറ്റ് ഡാമാണ്. പൂർണ്ണമായിട്ട് ഒറ്റയടിക്ക് തകരുക അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആവുക എന്നത് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യമാണോ ഫിസിക്സ് പറയുകയാണെങ്കിൽ? അല്ലല്ല, ഇത് ഞാൻ ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ നടക്കുമെന്നല്ല പറയുന്നത്. എങ്ങനെയാണ് ഡാമുകൾക്ക് അപകടം ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. ഹൈഡ്രോളജിക് സേഫ്റ്റി ഏത് ഡാമിനും ഉള്ള ഒരു വലിയ കുഴപ്പമാണ്. ആവശ്യത്തിന് ഷട്ടർ കപ്പാസിറ്റി ഇല്ലെങ്കിൽ പിന്നെ വെള്ളം പൊങ്ങി വലിയ വെള്ളപ്പൊക്കം വരുമ്പോൾ വെള്ളം പൊങ്ങി അപകടം ഉണ്ടാകും. ഞാൻ ചോദിക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ സ്പെഷ്യൽ കേസായി എടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇതിന് വിദഗ്ധ സമിതി അടക്കം കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്താണ്? ഇതൊരു വെയിറ്റ് ഡാമാണ്. ഡാം തകർന്നു പോവുക എന്നൊരു സംഗതിയില്ല. പരമാവധി വരാൻ കഴിയുന്ന വെള്ളത്തിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ കൂടുതൽ വെയിറ്റാണ്, താങ്ങി നിർത്താൻ കഴിയുന്ന വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ബലക്ഷയം വന്നു, സുർക്കി ഒലിച്ചു പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഒറ്റ യൂണിറ്റ് നിലക്കുള്ള അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുന്നു. പാറകളും കല്ലുകളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. പല തരത്തിലുള്ള ചോർച്ചകൾ കാണുന്നു. അപ്പോൾ അത് ബലപ്പെടുത്തുന്നു. ഇരുമ്പ് വട ഉപയോഗിച്ചുകൊണ്ട് താഴെ കണക്ട് ചെയ്യുന്നു, കോൺക്രീറ്റ് ചെയ്യുന്നു. അതൊക്കെ ചെയ്തിരിക്കുകയാണ്. പിന്നെ വേറൊന്ന ഒരു പിരമിഡ് സ്വഭാവത്തിലുള്ള വെയിറ്റ് ഡാം തകർന്നാലും അത് പടിപടിയായിട്ടാണ് തകരുക. ഒറ്റയടിക്ക് തകർന്ന് വെള്ളം മുഴുവൻ നേരെ ഇടുക്കിയിലേക്ക് വരിക എന്നൊരു ഏർപ്പാട് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ സംഭവിക്കാനിടയില്ല എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. നമുക്ക് മറിച്ചുവാദമുണ്ടോ? അല്ല, ഞാൻ ഈ ഡാം പൊട്ടുമെന്നോ അല്ലെങ്കിൽ ഇത് നിലംപതിക്കും എന്നുള്ള വാക്ക് നിങ്ങളത് മറന്നേക്ക്. അതല്ല പറയുന്നത്. ഡാമിനൊരു ഹൈഡ്രോളജിക് സേഫ്റ്റി ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നാളെ പൊട്ടിപ്പോകുമെന്നോ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് പൊട്ടിപ്പോകുമെന്നോ അല്ല ഇത് പറയുന്നത്. ഈ ഡാമിന് ഇൻഹറൻ്റ് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ട്. അതിൻ്റെ അകത്തുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഇവിടെ 10-50 വർഷം 60 വർഷം കൂടുമ്പോൾ ഒരു വലിയ വെള്ളപ്പൊക്കം വരും. ഇപ്പം അങ്ങനെയല്ല. ഈ കാലാവസ്ഥ വ്യതിയാനം കാരണം പണ്ട് അറബിക്കടലിൽ സൈക്ലോണും വലിയ ചുഴലിക്കാറ്റും ഒന്നും ഇല്ല. ഇപ്പം അങ്ങനെയല്ല. അറബിക്കടലിൽ 1-2 വർഷം കൂടുമ്പോൾ ഈ വലിയ ചുഴലിക്കാറ്റും സൈക്ലോൺസും ഒക്കെ വരുമോ. പണ്ടൊക്കെ നമ്മുടെ ബേ ഓഫ് ബംഗാളിലായിരുന്നു ഈ ചുഴലിക്കാറ്റ് മുഴുവൻ. അവിടെയാണ് വലിയ വെള്ളവും പിന്നെ ഈ സൈക്ലോൺസൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഈ മുല്ലപ്പെരിയാറിന് ഹൈഡ്രോളജിക് സേഫ്റ്റിയിൽ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2011 പരിശോധന കഴിഞ്ഞിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നില്ല. ഡാം തന്നെ 10-12 വർഷം പഴക്കമുള്ളതായി. അപ്പോൾ പുതിയൊരു പരിശോധനയിൽ നമുക്കൊന്നും കിട്ടുകയില്ലെന്ന് പറയാനൊക്കെയില്ല. തീർച്ചയായിട്ടും എന്തെങ്കിലും പിന്നെ ഈ ഡാമിന് അപകടം ഉണ്ടെന്ന് അവർ കണ്ടുപിടിക്കും. ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി, കണ്ടുപിടിക്കുന്നതാണ്. നമുക്ക് അക്കാര്യത്തിലുള്ളൊരു ഹോപ്പ് അതാണ്. അല്ല, പി സി സിറിയക്ക് തമിഴ്നാടിനെ സംബന്ധിച്ച് അവരുടെ പ്രശ്നം എന്തായിരിക്കും? കാരണം നമുക്ക് ഈ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഒരു അണക്കെട്ടുണ്ടാക്കി തമിഴ്നാടിന് വെള്ളം കൊടുക്കരുത് എന്നൊരു നിലപാടില്ല. തമിഴ്നാടിന് ജീവിക്കാനുള്ള വെള്ളം കൊടുക്കും, ആവശ്യത്തിലും അതിലധികവും കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാണ്. നമ്മുടെ സുരക്ഷാ പ്രശ്നം പരിഹരിക്കണം. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ, ഇതാണ് നമ്മുടെ സ്ലോഗൻ തന്നെ. എന്നിട്ടും അതിനകത്തൊരു ഒരു ധാരണയിലേക്ക് പോകാൻ തമിഴ്നാടിന് കഴിയാത്തത് ഈ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട ഈഗോ ഇഷ്യൂ ആണോ, അതോ പുതിയ കരാർ വരുമ്പോൾ ഞങ്ങളുടെ ജില്ലകൾ തരിശായി പോകുമെന്ന ഭയപ്പാടാണോ? അതൊന്നുമല്ല. വാസ്തവത്തിൽ ഒരു പുതിയ ഡാം കെട്ടുക എന്ന് പറയുന്നത് ഇത് വാസ്തവത്തിൽ അത് തീരെ അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഭരണകക്ഷികളും പ്രതിപക്ഷ കക്ഷികളും എല്ലാവരും ചേർന്ന് അസംബ്ലിയിൽ ഐകകണ്ഠ്യേന തീരുമാനം പാസ്സാക്കി പുതിയ ഡാം വേണമെന്ന്. പക്ഷേ അവർ സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇപ്പോഴത്തെ ഡാമിൻ്റെ താഴെ 300-400 മീറ്റർ താഴെ എങ്ങാണ്ടൊരു സ്ഥലം. പക്ഷേ അവിടെ ഒരു പുതിയ ഡാം കെട്ടാൻ വേണ്ടി അതിൻ്റെ ഫൗണ്ടേഷന് വേണ്ടി എക്സ്കവേറ്റ് ചെയ്താൽ തന്നെ പഴയ ഡാമിൻ്റെ സ്ഥിതി ആപത്തിലാകും. അത്രയും വലിയൊരു കുഴി അവിടെ കുഴിച്ചു കഴിഞ്ഞാൽ ഈ പുതിയ ഡാമിൻ്റെ വിസിനിറ്റിയിൽ 1 കിലോമീറ്റർ ദൂരെ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും മണ്ണ് താഴോട്ട് ഇടിഞ്ഞു വീണ് ഇപ്പോഴത്തെ നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം അപകടത്തിലാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. രണ്ടാമത്, ഈ പുതിയ ഡാമിന് വേണ്ടി ഇപ്പം 2000 കോടിയെങ്കിലും മുടക്കേണ്ടി വരും.
ഈ ഒരു മുടക്കുന്നത് നമ്മളായിരിക്കും, തമിഴ്നാടിന് പ്രശ്നമില്ല. പക്ഷേ ഈ അപകടത്തിലാകുന്ന ഒരു ദയനീയമായ സ്ഥിതി അങ്ങനെ വന്നു കഴിഞ്ഞാൽ തമിഴ്നാടിന് വെള്ളം എങ്ങനെ കിട്ടും? അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോഴത്തെ ഡാമിൽ തന്നെ നമുക്ക് അപകടം ഇല്ലാത്ത രീതിയിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് 136 അടിയിൽ തൽക്കാലം നിർത്തി. അതും 136 അടിയിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ ഫുൾ കപ്പാസിറ്റിയുടെ 2/3 കപ്പാസിറ്റി ഉണ്ട്. അത് വീണ്ടും കുറച്ചുകൂടെ കുറച്ചിട്ട് ഈ ഡാമിനെ ഒരു സ്റ്റോറേജ് ഡാം എന്നുള്ളതിന് പകരം ഒരു റെഗുലേറ്റർ എന്നുള്ള രീതിയിൽ വെള്ളത്തിന് വരുന്ന വെള്ളം മുഴുവൻ ഇപ്പം തന്നെ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് കൂടുതൽ കൊണ്ടുപോട്ടെ, വരുന്ന വെള്ളം മുഴുവൻ നമുക്ക് ഒരു തുള്ളി പോലും വേണ്ട, മുഴുവൻ തന്നെ അങ്ങോട്ട് എടുത്തോട്ടെ എന്ന് നമ്മൾ പറയുന്നുണ്ടെന്നുള്ളത് തമിഴ്നാട്ടിനെ ബോധ്യപ്പെടുത്തുക. ഇന്നിപ്പോൾ അവർക്ക് ഭയമാണ്, പുതിയ ഡാമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഭയമാണ്. നമ്മളെക്കാളും നല്ല സാങ്കേതിക വൈദഗ്ധ്യം തമിഴ്നാട്ടിനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും അവിടെ അവർക്ക് ഭയമുണ്ട്, ഇപ്പം ഉള്ള ഡാം തന്നെ നഷ്ടപ്പെടും, ചുരുക്കത്തിൽ വെള്ളം ഇല്ലാതെ പോകും. അങ്ങനെ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കാതെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, ഭരണകക്ഷിയും പ്രതിപക്ഷവും രണ്ടു കൂട്ടരും ഇങ്ങനെ. വാസ്തവത്തിൽ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് ഒരു മേഘവിസ്ഫോടനം ഉണ്ടാകുകയും അങ്ങനെ വലിയ വെള്ളം കൂടുതൽ വരികയാണെങ്കിൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു വീക്ക്നെസ് ഇതാണ്, അതിൻ്റെ സ്പിൽവേ കപ്പാസിറ്റി പോരാ. 1943 3 ലക്ഷം ക്യൂസെക്സ് ആയിരുന്നു അന്നത്തെ ഫ്ലഡിൽ വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലൊരു വെള്ളം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഡിസൈൻ അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കഴിയുന്നതും വേഗം ഈ 136 തൽക്കാലം സംബന്ധിച്ച് അവരോട് പറഞ്ഞൊരു 115 കുറയ്ക്കുക. 115 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ കപ്പാസിറ്റിയുടെ 4/1 കാണുള്ളൂ അകത്ത്. ഡാം പൊട്ടിപ്പോയാൽ പോലും ഒന്നും വലിയ ആപത്തുണ്ടാക്കാൻ തക്ക വോള്യൂം ഓഫ് വാട്ടർ അതിനകത്ത് ഉണ്ടാകില്ല. അപ്പം അങ്ങനെ വേണം നമ്മൾ നീക്കങ്ങൾ നടത്താൻ. കേരളവും തമിഴ്നാടും തമ്മിലുള്ള തെറ്റിദ്ധാരണയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സുരക്ഷ പോലെ തന്നെ പ്രധാനമാണ് അവർക്ക് വെള്ളം കൊടുക്കണമെന്നുള്ള നമ്മുടെ ആകാംക്ഷയും. ഇത് രണ്ടും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അവർ സമ്മതിക്കും. അവർക്ക് വരുന്ന വെള്ളം മുഴുവൻ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞാൽ പിന്നെ അവരെന്തിനാ ഭയപ്പെടണം? അവരുടെ ഈ നമ്മൾ പുതിയ ഡാം എന്നും പറഞ്ഞ് ശബ്ദം ഉയർത്തുമ്പോഴാണ് അവർ ഭയപ്പെടുന്നു. ഉള്ളതും കൂടെ പോകും, ഇവന്മാർ നശിപ്പിക്കും, കാര്യം അറിഞ്ഞുകൂടാതെ. ഇപ്പം തന്നെ സ്പിൽവേ ഡിസൈൻ തന്നെ പോരാ വാസ്തവത്തിൽ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശരിയായ വിധത്തിൽ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് നമ്മുടെ മുഖ്യമന്ത്രി അനിൽകുമാർ, ഇപ്പോ ഈ മുല്ലപ്പെരിയാർ എല്ലാ വർഷവും എന്നോണം എല്ലാ മൺസൂൺ കാലത്തും ഒരു ക്യാമ്പയിനായിട്ട് പലയിടത്തും കാണാം. ഇൻസ്റ്റഗ്രാമിലാണ് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത്. മാധ്യമങ്ങളോട് പോലും ഏറ്റവും കൂടുതൽ ആളുകളുടെ ചോദ്യം മുല്ലപ്പെരിയാർ ഡിസ്കസ് ചെയ്യുന്നില്ലേ, മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നില്ലേ. പക്ഷേ ഇത്തവണ വയനാട് കൂടി വന്നു. ഒരു 10-12 വർഷം മുമ്പ് ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ട്, എല്ലാവരും കൂടി ഈ ചപ്പാത്തിൽ പോയി സമരം ചെയ്ത മാധ്യമങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കാലം. അതിനുശേഷം ഒരുപക്ഷെ ഇപ്പോൾ ഈ വയനാട്ടിനെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും ആളുകൾ സീരിയസ് ആയിട്ടുള്ള കൺസേൺ പങ്കുവയ്ക്കുകയാണ്. ഗവൺമെൻറ്റിന് അതിനകത്ത് ശരിയാണ് താങ്കൾ പറഞ്ഞ ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ സുപ്രീം കോടതി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് റീ ഓപ്പണിങ്ങിൻ്റെ ഇടപെടലിൻ്റെ സാധ്യതകൾ അത് അങ്ങനെ ഉണ്ടോ? അല്ല, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായ കൂമ്പാരമഴ മലയോരത്ത് മാത്രമാണെന്ന് ആരാ പറഞ്ഞത്? നമ്മുടെ ബോംബെ നഗരത്തിൽ ഇപ്പോൾ വെള്ളം പൊങ്ങിയത് എങ്ങനെയാണ്? ഡൽഹി വെള്ളപ്പൊക്കം ഉണ്ടായത് എങ്ങനെയാണ്? കൂമ്പാരമഴ എന്ന് പറയുന്നത് ലോകമെങ്ങുള്ള പ്രതിഭാസമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് അണക്കെട്ടിൻ്റെ മേലെ വന്നാൽ വല്ലാത്ത അപകടമാണെന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തല്ല, ലോകത്ത് അണക്കെട്ടേ പാടില്ലല്ലോ. അപ്പം നമ്മൾ ഒരു കാര്യം വാദിച്ചു കൊണ്ട് പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് വേറൊരു കാര്യത്തിലേക്ക് നേരെ കൊണ്ട് മുട്ടിക്കാൻ നോക്കിയാൽ ഇനി ഇന്ത്യ രാജ്യത്തല്ല, ലോകത്ത് അണക്കെട്ടേ വേണ്ട എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? മഴ വല്ലാണ്ട് വന്നു, കൂമ്പാരമഴ വന്നു, നിശ്ചയിക്കാനപ്പുറം ഒരു പ്രത്യേക പ്രദേശം വന്നു, അത് അണക്കെട്ടിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിലാണെങ്കിൽ പിന്നെന്താ? അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഒരണക്കെട്ടിലും. അവിടെ ലോകത്ത് അണക്കെട്ടേ പാടില്ല എന്ന് തീരുമാനം എടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ പ്രായോഗികമായ ചില തീരുമാനങ്ങളിലേക്ക് എത്തണം. ആവശ്യത്തിന് സ്പിൽവേ കപ്പാസിറ്റി ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. തമിഴ്നാടിൻ്റെ വാദം അതെ തമിഴ്നാടിൻ്റെ വാദം എന്താണ്? തമിഴ്നാടിൻ്റെ വാദം ഇപ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിട്ടുള്ള 146 അടിയിൽ നിന്ന് 152 ആക്കണമെന്നാണ് അവരുടെ സ്റ്റാൻഡ്. ഞാൻ മനസ്സിലാക്കുന്ന അവിടുന്ന് മുകളിലേക്ക് പോകണമെന്നാണ് അവരുടെ അവകാശവാദം, ആവശ്യം. അതൊന്നും കേരളം അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ 142 അടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയ്ക്ക് 3 തവണ 142 അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ തമിഴ്നാടിനോട് കൂടുതൽ വെള്ളം കൊണ്ടുപോകണമെന്ന് കേരളം ആവശ്യപ്പെട്ടു.
എന്നിട്ടും സമയത്ത് അവർ വെള്ളം കൊണ്ടുപോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മഴ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് വെള്ളത്തിന് ആവശ്യമില്ല. വരൾച്ചക്കാലത്ത് അവിടെ വെള്ളം, മൺസൂൺ കാലത്തല്ല വെള്ളം വേണ്ടത്, അവർ വെള്ളം എടുക്കത്തില്ല. നമ്മുടെ തുലാവർഷം തീർന്ന് ആ തുലാവർഷത്തിൻ്റെ എൻഡാകുമ്പോൾ ഏതാണ്ട് ഒരു നവംബർ 15 ആകുമ്പോഴാണ് 142 അടിയിലേക്ക് അവിടെ ഉയരാറുള്ളത്. അപ്പോൾ എന്താണ് അവർ അത്രത്തോളം അവർ കാത്തിരിക്കുന്നത്? അതിന് ശേഷമുള്ള മാസങ്ങൾക്കാണ് അവരിത് കാത്തിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തമിഴ്നാട് ചിന്തിക്കുമെന്നാണോ വിചാരിക്കുന്നത്? എന്താ യാഥാർത്ഥ്യം? തമിഴ്നാടിൻ്റെ പ്രതിനിധികൾ ഈ ഡാം സുരക്ഷയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ മേൽനോട്ട സമിതിയിലുണ്ട്. കേരളത്തിൻ്റെ പ്രതിനിധിയുണ്ട്, സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ പ്രതിനിധികളുണ്ട്. അവിടെ നാട്ടുവർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വസ്തുതാപരമായി രേഖാപരമായി തെളിയിക്കണം. ഞാൻ ഈ ചർച്ചയിൽ തമിഴ്നാട് വേറെ ഒരു അണക്കെട്ട് പണിതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് അവരുടെ അവകാശവാദം. ആ അണക്കെട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട റാഷിദ് ഇവിടെ പറഞ്ഞത് ഞാൻ കേട്ടു. ഒരു ഫിസിക്സ് പഠിച്ച ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന വിധമാണ് അങ്ങ് ഇവിടെ അവതരിപ്പിച്ചത്. ഏതാണ്ട് ഒരു 101 പൈലുകൾ എങ്ങനെയാണ് അതിനകത്ത് സ്ഥാപിച്ചത്, ഒരു വേലിക്കെട്ട് പോലെ അവരെങ്ങനെയാണ് നിർമ്മിച്ചതെന്നെല്ലാം കോടതി വിധി കിടക്കുന്ന കാര്യമാണ്. അവർ തെളിയിച്ചു എന്ന് പറഞ്ഞാൽ അത് നിർമ്മിക്കുകയും അതിൻ്റെ ഡിസൈൻ കൊടുക്കുകയും അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഡിസൈൻ കൊടുത്ത് അതിൻ്റെ രേഖകൾ സഹിതം അവിടെ ബോധ്യപ്പെടുത്തിയിട്ടാണ് തമിഴ്നാട് ജയിച്ചത്. എന്നിട്ട് അവർ പറഞ്ഞത് ഈ അണക്കെട്ടിൻ്റെ സ്വഭാവം ഇത് തന്നെയാണ്. ഏതാണ്ട് ഒരു എൽ ഷേപ്പിൽ അല്പം വളവോടുകൂടി നിൽക്കുന്ന ഒരു അണക്കെട്ടാണല്ലോ ഇത്. എൽ ഷേപ്പിൽ അത്രത്തോളം ടൺ ഭാരം കയറ്റി വെക്കുമ്പോൾ എത്രത്തോളം വെള്ളം സംഭരിക്കുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭാരം കറസ്പോണ്ടിങ് ആയിട്ട് തൊട്ടപ്പുറത്ത് അതിന് ബദലായിട്ട് സിമൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നവർ തെളിയിച്ചിട്ടാണ് അവർ കേസ് ജയിച്ച് നിൽക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് പറഞ്ഞ പോലെ അതിൽ യാഥാർത്ഥ്യ ബോധത്തോടെ ഇപ്പോൾ വന്ന മാറ്റങ്ങൾ അടിസ്ഥാനത്തിൽ കേസ് വാദിക്കാം. പക്ഷെ പ്രശ്നം എന്താ? പ്രശ്നം 2022 കേന്ദ്ര സർക്കാർ ഒരു ഡാം സുരക്ഷാ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൽ മുല്ലപ്പെരിയാർ വന്നില്ല. അതിന് കാരണം എന്താണ്? മുല്ലപ്പെരിയാറിന് മാത്രമായിട്ട് ഒരു പ്രത്യേക സമിതിയുണ്ട്. അതിനുശേഷം ഇപ്പോൾ കോടതിയുടെ ക്ലാരിഫിക്കേഷൻ വന്നു, ഈ സമിതി എന്ന് പറയുന്നത് മറ്റേ സമിതിയുമായിട്ട് മെർജ് ചെയ്ത് ഒറ്റ സമിതിയിലേക്ക് പോകേണ്ടി വരും. പക്ഷേ കേന്ദ്ര സർക്കാർ ഡാം സുരക്ഷാ സമിതി ഉണ്ടാക്കാത്തതുകൊണ്ട് മുല്ലപ്പെരിയാറിൻ്റെ മേൽനോട്ട സമിതി ഇവിടെ നിൽക്കുകയാണ്. അവരെ ബോധ്യപ്പെടുത്തണം. അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിൽ കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, തമിഴ്നാടിൻ്റെ ഉണ്ട്, കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണം. നമ്മൾ ചർച്ച പറയുന്ന വാദങ്ങൾ കൊണ്ട് തെളിയാനാവില്ല. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാടിനെ അവധാനതയോടെ കാര്യങ്ങളിലേക്ക് എത്തിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട പി സി സുരേഷ് സാറ് പറഞ്ഞപ്പോൾ നിങ്ങൾ പുതിയ അണക്കെട്ട് പണിയുമ്പോൾ നിലവിലുള്ള അണക്കെട്ട് ദുർബലപ്പെടുത്തിയ തമിഴ്നാട് സമ്മതിക്കുമോ? അപ്പോൾ എവിടെ പണിയണം? തമിഴ്നാടുമായി കൺസെൻസസ് വരണം. അതിൻ്റെ പണച്ചെലവ് കൺസെൻസസ് വരണം. ഇത് പണിയുന്നത് വനത്തിനകത്താണ്. കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദം ഇല്ലാതെ പണിയാൻ പറ്റുമോ? കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുവദിക്കാതെ അണക്കെട്ട് നടക്കുമോ? ഇങ്ങനെ നിരവധിയായ കടമ്പകൾ കടന്നാലാണ് നമുക്ക് പുതിയ അണക്കെട്ടിലേക്ക് എത്താൻ അപ്പം തന്നെ അതിനകത്ത് കുറേ അധികം ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഒറ്റയടിക്ക് ഒരു പൊസിഷൻ പ്രഖ്യാപിക്കാൻ കഴിയാത്ത പോലും. ഞാൻ ചോദിക്കുന്നത് ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ആശങ്കയുണ്ട്. ആ ആശങ്ക നമ്മൾ എല്ലാ വർഷവും നമ്മൾ പറയുന്നുണ്ട്. പ്രൊഫസർ CP റോയ്, ഒരു ആശങ്ക വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊന്നുകിൽ നമ്മുടെ ഭരണകൂടത്തെ സമീപിക്കുന്നു, അതുമല്ലെങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കുന്നു. കോടതിയെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ധാരണയില്ല. കോടതി എന്താ ചെയ്യുന്നത്? അതെന്താണ് ഇതിന് ബലക്ഷയം ഉണ്ടെന്ന് പഠിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള ചിത്രം എന്താണ്? ഇത് ബലപ്പെടുത്തിയതിൻ്റെ, നോർമലി തന്നെ ഇത് തകരാൻ സാധ്യതയില്ലാത്തതിൻ്റെ, ഇനി ബലക്ഷയ പ്രശ്നം ഉണ്ടെങ്കിൽ ബലപ്പെടുത്തിയതിൻ്റെ വിവരങ്ങൾ കോടതിയെ വെച്ച് കോടതിയെ കൺവിൻസ് ചെയ്തിരിക്കുകയാണ് ഇത് തകരാൻ പോകുന്നില്ല എന്ന്. തകരാൻ പോകുന്നുവെന്നാണെങ്കിലും ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടാണ് വേണ്ടത്, അല്ലാതെ നമുക്ക് ഒച്ച വെച്ചുകൊണ്ട് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. സോ ഒരു സ്റ്റഡി പൂർത്തിയാക്കുകയും ഡാം ഈസ് സേഫ് എന്ന ഒരു റിപ്പോർട്ട് നമ്മൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ ബഹളം വെക്കുന്നതിൻ്റെ കാര്യം എന്താണ് പ്രൊഫസർ CP റോയ്? യഥാർത്ഥത്തിൽ 2010 തൊട്ട് 12 വരെ സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റി, ഉന്നതാധികാര സമിതി, അത് 3 ജഡ്ജസും 2 ഡാം എക്സ്പെർട്ടുകളും കൂടി ചേർന്ന ആ എംപവേർഡ് കമ്മിറ്റി ഹൈഡ്രോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ ഇന്ത്യയിലെ ഏജൻസികളുടെ സഹായത്തോടെ പഠനങ്ങൾ നടത്തി ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം ഈസ് ഹൈഡ്രോളജിക്കലി സീസ്മിക്കലി ആൻഡ് മുല്ലപ്പെരിയാർ ഡാം ഈസ് സ്ട്രക്ചറലി സീസ്മിക്കലി ആൻഡ് ഹൈഡ്രോളജിക്കലി സേഫ് എന്നാണ് അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 12 റിപ്പോർട്ട് കൊടുക്കുന്നു.
14 ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരുന്നു. ആർ ലോധ അധ്യക്ഷനായ 5 അംഗ ബെഞ്ചിൻ്റെ വിധി വരുന്നു. തുടർന്ന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം 24 ആയപ്പോഴത്തേക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ കേരളം അത് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത കൂടി നമ്മൾ ഏറ്റെടുക്കണം. അത്തരത്തിൽ പ്രൂവ് ചെയ്യാവുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും കേരളം ഇതുവരെ ശേഖരിച്ചിട്ടില്ല. ഇതിനു മുമ്പ് നാം നടത്തിയ കേസുകൾ പോലും പല കാര്യങ്ങളിലും നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാടിന് അനുകൂലമായി വിധി ഉണ്ടായത് എന്നുകൂടി നാം ഓർക്കണം. അപ്പം നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ആശങ്കകൾ നമ്മൾ പടർത്തി എന്നുള്ളതല്ലാതെ ശരിക്കും കൃത്യമായ തെളിവുകൾ കേരളത്തിൻ്റെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു വശത്തുകൂടി ഗവൺമെൻറ് പുതിയ ഡാമെന്ന് പറഞ്ഞ് DFPR തയ്യാറാക്കുന്നു. കേരളം ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പിൽ ഒരു നല്ല നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞങ്ങളാണെന്ന് പറയാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ ഡാം എന്ന് പറയുന്നത് 1350 അടി പുറകിലാണ് ഇന്നുള്ള ഡാമിൻ്റെ. 60 അടി ഹൈറ്റ് കൂടും, 600 അടി നീളം കൂടും ഈ രണ്ടാമത്തെ ഡാമിന്. ഈ രണ്ടാമത്തെ ഡാമിൽ ഉൾക്കൊള്ളാൻ പോകുന്ന വെള്ളത്തിൻ്റെ അളവ് ഇന്നുള്ള ഡാമിനേക്കാൾ 40% കൂടും. മാത്രമല്ല, ഇന്നുള്ള ഡാം മുക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ രണ്ടാമത്തെ ഡാം വരാൻ പോകുന്നത്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്ക രണ്ടാമത്തെ ഡാമിൽ നിന്ന് വെള്ളം കിട്ടുകയില്ല എന്നുള്ളതൊന്നുമല്ല. ശ്രീ സാർ പറഞ്ഞത് ശരിയാണെങ്കിൽ കൂടിയും അതിനൊരു കാര്യം കൂടി ചേർത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് മൂന്നാമത്തെ ഡാം എവിടെ? അതാണ് ഈ തമിഴ്നാടിനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. 999 വർഷത്തേക്ക് ഒരു മൂന്നാമത്തെ ഡാം ആവശ്യമായി വന്നാൽ അന്നും നമ്മളീ പറയുന്ന പ്രകൃതി ദുരന്തങ്ങളുണ്ടാവാം, ഭൂമി കുലുക്കം ഉണ്ടാവാം, വെള്ളപ്പൊക്കം ഉണ്ടാകാം, നിരവധി പ്രശ്നങ്ങളുണ്ടാവും. മൂന്നാമത്തെ ഡാം വള്ളക്കടവുകാരുടെ, ഡാമിൻ്റെ തൊട്ട് കീഴെ താമസിക്കുന്ന വള്ളക്കടവുകാരുടെ മുറ്റത്താണ്. ആ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് വെള്ളം പോവുകയില്ല. രണ്ടാമത്തെ ഡാമിൽ നിന്ന് നമുക്ക് ഈ എല്ലാ ഭാരവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയൊരു ജലബോംബ് നിർമ്മിച്ച് വെച്ചുകൊണ്ട് ഇന്നത്തെ ഡാമിനെ മുക്കിക്കൊണ്ട് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ കഴിഞ്ഞെന്ന് വരാം. മൂന്നാമത്തെ ഡാം എവിടെ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇത് തന്നെയാണ് തമിഴ്നാട് രണ്ടാമത്തെ ഡാമിന് സമ്മതിക്കാത്തത്. അതുകൊണ്ട് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഒന്നാമത്തെ ഡാം കൊണ്ട് ഈ പ്രശ്നത്തെ, മുല്ലപ്പെരിയാർ പ്രശ്നത്തിനുള്ള പരിഹാരം ഒന്നാമത്തെ ഡാം കൊണ്ട് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടാണ് ഈ രണ്ടാമത്തെ ഡാം എന്ന് പറയുന്നത്. ഈ ഒന്നാമത്തെ ഡാം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സൊല്യൂഷൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന പോയിന്റ് എന്താണ്? ഒന്നാമത്തെ ഡാം കൊണ്ട് പരിഹരിക്കാന്ന് വെച്ചാൽ ഈ ഡാം എന്ന് പറഞ്ഞ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഡാം എന്ന് പറഞ്ഞ ഏർപ്പാടിനെ കുറിച്ച് നമ്മൾ അത് അവസാനിപ്പിച്ചതിനെ കുറിച്ച് ചിന്തിക്കണം എന്നാണ്. സെക്കൻഡ് ഡാം ശ്രീക് സാർ പറഞ്ഞല്ലോ, PC ശ്രീക് സാർ പറഞ്ഞില്ലേ, സെക്കൻഡ് ഡാം ഈസ് ഇമ്പോസിബിൾ, അസാധ്യമാണ്. ഒന്നാമത്തെ ഡാമിനെ മുക്കിക്കളഞ്ഞുകൊണ്ട് ഒരു രണ്ടാമത്തെ ഡാം ഉണ്ടാവാൻ സാധ്യമല്ല. രണ്ടാമത്തെ ഡാം കഷ്ടിച്ച് തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുകിയേക്കാം. എവിടെയാണ് അങ്ങനെ? ഒന്നാമത്തെ ഡാം പഴയതായതുകൊണ്ട് അല്ലെങ്കിൽ അപകട സാധ്യത ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഡാം ഭാവിയിൽ എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടായാൽ മൂന്നാമത്തെ ഡാം എവിടെ? ആ ചോദ്യമാണ് തമിഴ്നാടിനെ അലട്ടുന്നത്. അവർക്ക് വെള്ളം കിട്ടിയേ മതിയാവുള്ളൂ. തമിഴൻ്റെ എക്കാലത്തെയും വലിയ ആവശ്യം വെള്ളമാണ്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഡാം എന്ന് പറഞ്ഞ് നമ്മൾ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം ഗവൺമെന്റ്. ജോ ജോസഫ്, ഈ കാര്യത്തിൽ കേരളത്തിന്റെ ഒരു പൊസിഷൻ നമുക്ക് നിയമപരമായി അവതരിപ്പിക്കുന്നതിൽ പരിമിതി ഉണ്ടായോ, വീഴ്ച ഉണ്ടായോ? ഇപ്പം നേരത്തെ ചൂണ്ടിക്കാണിച്ചുള്ള കേരളത്തിന് അനുകൂലമായിട്ടുള്ള തെളിവുകൾ സമാഹരിച്ച് അവതരിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ വാദമുഖം സമർത്ഥിക്കുന്നതിൽ നമുക്ക് വീഴ്ച പറ്റി എന്നൊക്കെ ഒരു പോയിന്റ് നിങ്ങൾക്കുണ്ടോ? അല്ല, ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ പബ്ലിക്കായിട്ട് ഞാനത് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ തെളിവുകളുണ്ട്, കേരള സർക്കാരിൻ്റെ കയ്യിലും കാണും. അപ്പോൾ ആ ഒരു കോംപ്രിഹെൻസീവ് സേഫ്റ്റി വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും മാൻഡേറ്ററി ആയിട്ട് അവർക്ക് ചെയ്യേണ്ടി വരും. ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ പിന്നെ കേരള സർക്കാർ ചെയ്യുന്നതിൽ ഇപ്പോൾ ഡാമിന് ഒരു DPR ഉണ്ടാക്കി, അതിലൊന്നും ഒരു തെറ്റുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുതിയ ഡാം വേണോ അതോ പഴയ ഡാം നിലനിർത്തണോ, ടണൽ വേണോ എന്നൊന്നും നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ഇതൊരു വളരെ ഹൈലി കോംപ്ലിക്കേറ്റഡ് സയൻസാണ് ഈ ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇത് വെറുതെ
കുറച്ച് വെള്ളം അങ്ങോട്ട് വിടുക, വെള്ളം ഇങ്ങോട്ട് വിടുക എന്നുള്ളതല്ല. ഒരു നമ്മുടെ മൂണിലേക്ക് ഒരു റോക്കറ്റ് അല്ലെ പേടകം വിടുന്നത് അത്രയും തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സയൻസാണ് ഈ ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പം അത് അവർ പരിശോധിച്ചിട്ട് ഇതിന് കുഴപ്പമുണ്ടെങ്കിൽ എക്സ്പേർട്സ് പറയട്ടെ. പിന്നെ ഇതാണ് പ്രതിവിധി ഇതാണ്. ചിലപ്പോൾ അത് പുതിയ ഡാമായിരിക്കും, അല്ലെ പഴയ ഡാം നിലനിർത്തിക്കൊണ്ടായിരിക്കും, അല്ലെ വേറെ എന്തെങ്കിലും ടണലുകളോ അല്ലെ വേറെ എന്തെങ്കിലും രീതിയായിരിക്കും, നമുക്ക് പറയാനൊക്കെ ഇല്ല. അത് അവരാണ് പറയേണ്ടത്. അതുകൊണ്ട് ഇപ്പം ഇനി പുതിയ ഡാം ഒരു ആശയം എങ്ങാനും എക്സ്പേർട്സ് പറയുകയാണെങ്കിൽ നമുക്കത് അല്ല വേണ്ട എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് കേരള സർക്കാർ ചെയ്യുന്നതിൽ തെറ്റില്ല. അവർ DPR ഉണ്ടാക്കിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ക്ലിയറായിട്ട് ഞങ്ങൾക്കൊരു ട്രജക്ടറി ഉണ്ട്. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ കോംപ്രിഹെൻസീവ് സേഫ്റ്റി വാല്യൂഷൻ ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ നടപ്പാപ്പിക്കും. തമിഴ്നാട് ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുക. അവർ വലിയ ശക്തി, അവർക്ക് വലിയ ലോയർമാരെ കൊണ്ടുവന്നൊക്കെ ഞങ്ങൾക്കെതിരെ വാദിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളത് നടപ്പാക്കും. ഈ കോംപ്രിഹെൻസീവ് സേഫ്റ്റി വാല്യൂഷൻ വരുമ്പം ഞങ്ങളുടെ കയ്യിൽ അതൊന്ന് പറയാമോ? ഈ സേഫ്റ്റി വാല്യൂഷന്റെ കാര്യത്തിൽ ഇത് പ്രോപ്പറായി നടക്കുന്നില്ല, തമിഴ്നാട് അതിനെ മൊത്തം അട്ടിമറിക്കുകയാണെന്നുള്ള പോയിന്റ് ഒന്ന് വിശദീകരിക്കാമോ? അതല്ല ഞാൻ പറഞ്ഞത്. സുപ്രീം കോടതി ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട് 2022 ഏപ്രിൽ 8 എൻ്റെ ഹർജിയിൽ കേരളത്തിന് കിട്ടിയ വിധിയാണത്. പിന്നെ ഒരു കോംപ്രിഹെൻസീവ് സേഫ്റ്റി ഇവാലുവേഷൻ നടത്തണം. അത് സാധാരണ ഇങ്ങനെ ചെയ്യുന്ന ഇവാലുവേഷൻ അല്ല, അതിന് ഒരുപാട് പ്രൊസീജിയർ ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് ഒരു കോംപ്രിഹെൻസീവ് സേഫ്റ്റി ഇവാലുവേഷൻ നടത്തുന്ന സുപ്രീം കോടതി ഒരു വിധി കിട്ടിയിട്ടുണ്ട്. അത് തമിഴ്നാട് ചെയ്യാൻ വിസമ്മതിക്കുന്നു. അപ്പോൾ എന്താ, അവർക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടായിരിക്കും. അല്ല പിന്നെ അവർ പറഞ്ഞോട്ടെ ഈ ഡാമിന് കുഴപ്പമില്ല, നിങ്ങൾ വന്ന് പരിശോധിച്ചോന്ന് പറയില്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്തുകൊണ്ട് അവർ വിസമ്മതിക്കുന്നു? അപ്പോൾ എന്തോ കള്ളക്കളിയെ കാണാം, നമ്മൾ ഉണ്ടെന്നല്ല പറയുന്നത്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണാം. അപ്പോൾ ഞങ്ങൾ അത് നിർബന്ധിച്ച് ഈ സേഫ്റ്റി ഇവാലുവേഷൻ നടത്തി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് എന്താ കുഴപ്പം എന്നുള്ളത് ഉണ്ടെങ്കിൽ വെളിവരും. അതനുസരിച്ച് മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. ശരി. അല്ല, ഈ തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറിയുടെയും നമ്മോടൊപ്പം തുടരുന്നുണ്ട് ചെറിയക്ക്. ഇതിനകത്ത് തമിഴ്നാട് പലപ്പോഴും ബലം പിടിക്കുന്നു, പരിശോധനകൾക്ക് വഴങ്ങുന്നില്ല, ഒരുമിച്ചുള്ള പരിശോധനകൾക്ക് സന്നദ്ധമാകുന്നില്ല, കേരളത്തിൻ്റെ താല്പര്യങ്ങളോട് തുറന്ന സമീപനം സ്വീകരിക്കുന്നില്ല പോലെയുള്ള കഥകളും ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ഒരു തുറന്ന സമീപനം തമിഴ്നാടിന് ആ കാര്യത്തിലില്ല, ഇവിടെ ഇത്രയും വലിയ വൈകാരിക പ്രശ്നമായിട്ടും എന്നുണ്ടോ? അത് ഇവിടെ അവിടെയും വൈകാരിക പ്രശ്നമാണ്, തമിഴ്നാട്ടിലും വൈകാരിക പ്രശ്നമാണ്, കേരളത്തിലും അതുപോലെ തന്നെയാണ്. രാഷ്ട്രീയ കക്ഷികളെല്ലാം ആ വിധത്തിൽ ഇതിനെ വളർത്തിയെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും വളരെയധികം കെയർഫുള്ളാണ്. കാരണം അവരുടെ തലയിലേക്ക് നാളെ പഴി ചുമത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവരും അവരുടെ നില സുരക്ഷിതമാക്കാൻ വേണ്ടി കുറച്ച് കർശനമായ നിലപാടുകൾ എടുക്കുന്നു. അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, നമുക്കിഷ്ടമില്ലെങ്കിലും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പരിഹാരം കാണാൻ വേണ്ടി ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ 115 അടിയിൽ നിർത്തുക. അവിടെ ഇപ്പം ഒരു 90 കിലോമീറ്റർ ഒരു ടന്നൽ താഴോട്ട് പോകുന്നുണ്ട് തമിഴ്നാട്ടിലേക്ക്. ഇപ്പം 4 ബൈയിലേക്ക് വെള്ളം കൊടുക്കുന്നത് ആ ടന്നൽ വഴി തന്നെ തുടർന്ന് അങ്ങോട്ട് മുഴുവൻ വെള്ളം കൊണ്ടുപോകുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസം വരും. നിങ്ങളുടെ ആ ടന്നൽ തുറന്ന് പരിരക്ഷിച്ചോ, അതുവഴിയിലേക്ക് തന്നെ ഞങ്ങൾ എല്ലാ വെള്ളവും കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 115 അടി എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റൊരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ഘനമഴ, കൂമ്പാര മഴ എന്ന് ശ്രീ അനിൽകുമാർ പറഞ്ഞത്, അത്തരം മഴയൊക്കെ ഇപ്പോഴാണ് ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഈ സ്പിൽവേ കപ്പാസിറ്റി ശ്രീ ജോസഫ് പറഞ്ഞതുപോലെ ഡാം മുഴുവൻ വെള്ളത്തിനടിയിലായാൽ അതിൻ്റെ വെയിറ്റിൻ്റെ ഇഫക്റ്റ് പോയി, അത് തകരും, അത് പരാജയപ്പെടും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സ്പിൽവേ കപ്പാസിറ്റി ഉടനെ വർദ്ധിപ്പിക്കണം. സ്പിൽവേ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കൂമ്പാരമഴ വന്നാലും നമ്മൾ ഭയപ്പെടാനില്ല, മുഴുവൻ വെള്ളവും സ്പിൽവേ വഴി തന്നെ താഴോട്ട് പൊക്കോളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് ചെയ്യുകയും വേണം. ഈ 115 പതയും മതി. തമിഴ്നാട്ടിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം, 115 കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല, മുഴുവൻ വെള്ളവും ഡാമിലെത്തുന്ന മുഴുവൻ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകാം. ഒരല്പം ഫ്ലെക്സിബിലിറ്റി കുറയും, അത്രയേ ഉള്ളൂ. ആ ഫ്ലെക്സിബിലിറ്റിക്ക് സാരമില്ല. നമ്മുടെ കേരളവുമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താനും ഈ ഒരു തലവേദനയായിട്ടുള്ള ഈ പ്രശ്നത്തിന് സ്ഥിരമായ പരിഹാരം കാണാനും കേരളത്തിലെ ഭരണകക്ഷിക്കാരും പ്രതിപക്ഷവും കൂടെ ഒന്നിച്ച് തമിഴ്നാടിന് കൊടുക്കേണ്ട വാഗ്ദാനം ഈ 999 കൊല്ലമല്ല, അത് കഴിഞ്ഞാലും ഞങ്ങൾക്ക് വെള്ളം കിട്ടും. അങ്ങനെ ഒരു വാഗ്ദാനം തരുമ്പോൾ അതിന് പ്രതിഫലമായിട്ട് 115 അടിയിലേക്ക് ഞങ്ങൾ താഴ്ന്നോളാം എന്ന് പറയാൻ അവരെ കൊണ്ടും സമ്മതിപ്പിക്കാൻ നമുക്ക് സാമർഥ്യം ഉണ്ടാകണം.
നമ്മുടെ മുഖ്യമന്ത്രിയും കൂട്ടരുമൊക്കെ അതിന് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും ജലസേചന മന്ത്രിയും അദ്ദേഹമൊക്കെ അദ്ദേഹം ഇടുക്കിക്കാരും കൂടെയാണ്. തീർച്ചയായിട്ടും ശ്രമിക്കുകയാണെങ്കിൽ അത് വിജയകരമാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശരി. അല്ല, ശ്രീ അനിൽകുമാർ ഇതിനകത്ത് നേരത്തെ പ്രൊഫസർ CP റോയ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഈ സെക്കൻഡ് ഡാം എന്നൊക്കെ പറഞ്ഞ ആവശ്യത്തിൽ തന്നെ ഒരുപാട് പ്രശ്നമുണ്ട്. അത് ഭാവിയിലേക്കുള്ള വേറൊരു അപകടത്തിന്റെ കല്ലിടലാണ് എന്നാണ്. ഗവൺമെന്റ് ആ കാര്യത്തിൽ കുറച്ചുകൂടി ആലോചിച്ച് വേറൊരു പൊസിഷൻ എടുക്കണം എന്നാണ്. അല്ല, നിലവിലുള്ള ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാം അവിടെ തന്നെ ഉണ്ടാക്കൽ പ്രായോഗികമല്ല. അപ്പോൾ നിലവിലുള്ള ഡാം അവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വെള്ളം കിട്ടുന്നൊരു ഡാം ഉണ്ടാകുമെന്ന വാഗ്ദാനത്തിൽ മാത്രമേ തമിഴ്നാട് മുന്നോട്ട് വരികയുള്ളൂ. അവരെ മുന്നോട്ട് കൊണ്ടുവരണ്ടേ? അവർ ഡീകമ്മീഷൻ ചെയ്യാൻ സമ്മതിക്കില്ല. കോടതി വിധി അവർക്ക് അനുകൂലമാണ്. അപ്പോൾ അവർക്ക് വെള്ളം ഉറപ്പാക്കുന്ന മറ്റൊരു പൊസിഷൻ എടുക്കണം. ആ പൊസിഷനാണ് പുതിയ ഡാം. ആ പുതിയ ഡാം എടുക്കുമ്പോൾ 999 കൊല്ലത്തെ കരാറുമായി ബന്ധപ്പെട്ട് എന്ത് വേണമെന്നുള്ളത്, നമ്മുടെ ഒരു ഡാം ഉണ്ടാക്കി കഴിഞ്ഞാൽ 100 കൊല്ലത്തേക്ക് എന്തായാലും ഒരു കാലാവധി ഉണ്ടല്ലോ, ഒരു ശരാശരി. സ്വാഭാവികമായും അത്തരം ഡാമുകളുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറ തീരുമാനിക്കട്ടെ, അന്നിവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ തീരുമാനിക്കട്ടെ. അതല്ലാതെ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ തീരുമാനിക്കപ്പെടുകയാണ് എന്ന് ഏതെങ്കിലും അർത്ഥമാക്കാൻ കഴിയുമോ? ലോകം വളരുകയല്ലേ. ആ വളരുന്നതിൻ്റെ ഭാഗമായിട്ട് 100 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ മനോഭാവം എന്തായിരിക്കും? നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളും ചേർന്ന് ഒരു യൂണിറ്റായിട്ട് മാറാൻ പോവുകയാണോ? തുടങ്ങിയ നിരവധിയായ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അതുകൊണ്ട് 999 കൊല്ലത്തെ കരാറിനകത്ത് വരാൻ പോകുന്ന മൂന്നാമത്തെ ഡാം ഓർത്ത് ഇന്ന് രാത്രി നമ്മൾ ഉറക്കം കളയേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് അയഥാർത്ഥമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയല്ല. എന്താണ് യാഥാർത്ഥ്യം? ഒന്ന്, ഈ കേരളത്തിന് സുരക്ഷ എന്ന് പറഞ്ഞാൽ പുതിയ ഡാമാണ് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരമായൊരു വേ ഔട്ട്. ഇല്ലാത്തൊരു വേ ഔട്ട് ആർക്കും ചൂണ്ടിക്കാണിക്കാം. നിയമസഭ എത്തിയ കൺസെൻസസ് പുതിയ ഡാമാണ്. 2, അതിന് സൈറ്റ് ഏതാണ്ട് ധാരണയാക്കി. 3, അതിൻ്റെ DPRലേക്ക് കടന്നു. 4, അത് തമിഴ്നാടിൻ്റെ സമ്മതമായിട്ടില്ല. 5, ഏറ്റവും പ്രധാന സമ്മതം വേണ്ടത് വനം പരിസ്ഥിതി മന്ത്രാലയത്തിനാണ്, കേന്ദ്രം. അവർ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതാകെ തന്നെ ഇപ്പം തന്നെ അപകടമാണ് എന്ന തരത്തിലേക്കുള്ള ആഖ്യാനം ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ വസ്തുതാപരമായി അത്ര നീതിയുള്ള കാര്യമല്ല ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് പരിഹരിക്കേണ്ട പ്രശ്നം തന്നെയാണ്. അല്ല, പ്രൊഫസർ CP റോയ്, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വേറെന്തോ ഒരു വലിയ കലാമിറ്റിയെ നേരിടാൻ പോവുകയാണ്, നിർമ്മിതമായ ദുരന്തത്തെ നേരിടാൻ എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ സത്യത്തിൽ എന്തുമാത്രം വസ്തുതയുടെ പിൻബലമുണ്ട്, എന്തുമാത്രം വലിയ ഹൈപ്പാണ്. അതാണ് നമുക്ക് ഇന്നിപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കാൻ നമുക്ക് എത്തിച്ചേരേണ്ട ഒരു പോയിന്റ്. ഇതിപ്പോൾ നാളെ തന്നെ ഡീകമ്മീഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ അപകടത്തെ നേരിടാൻ പോകുന്നുണ്ടോ എന്നതാണ്. സത്യത്തിൽ നമ്മൾ അങ്ങനെ ഈ മൊമെന്റിൽ ഒരു അപകടത്തെ മുല്ലപ്പെരിയാറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ടോ? അതിൽ എല്ലാ വസ്തുതകളും മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രചരണങ്ങൾ. ഇന്നത്തെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് 131 അടിയാണ്. തമിഴ്നാട് ഈ അടുത്ത കാലത്ത് കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. സാധാരണഗതിയിൽ ഡാം നിറയാറാകുന്ന സമയത്താണ് അവർ ഇറച്ചിപ്പാലം എന്ന് നമ്മൾ മലയാളികൾ പറയും, എരയിച്ചിൽ പാലം വഴി അവർ വെള്ളം കൊണ്ടുപോകാറുള്ളത്. പക്ഷേ ഈ ദുരന്തങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇറയിച്ചിൽ പാലം കൂടി തുറന്ന്, മുഴുവനായിട്ടല്ലെങ്കിൽ കൂടിയും കുറച്ച് തുറന്ന്, ആ ഷട്ടർ വഴി പോലും അവർ വെള്ളം തുറന്ന് വിടുന്നുണ്ട്. ഇന്ന് 131 അടിയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇപ്പോഴത്തെ ജലനിരപ്പ്. നമ്മുടെ ഔദ്യോഗികമായ നിലപാട് എന്താണ്? 136 അടിയിൽ ഡാമിലെ ജലനിരപ്പ് നിലനിർത്തണമെന്നതായിരുന്നു കേരളത്തിൻ്റെ എക്കാലത്തെയും ആവശ്യം. എല്ലാ കാലവും 2006-ലും 2014-ലും നമ്മൾ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്, സിറേഖ് സാർ പറഞ്ഞല്ലോ, 136 ആണെങ്കിൽ അപകടരഹിതമാണെന്നാണ് കേരളം ഔദ്യോഗികമായി പറയുന്നത്. ഇന്ന് 131 അടിയേ ഉള്ളൂ. ദുരന്തങ്ങൾ ഉണ്ടാകുകയില്ലെന്നോ, തേക്കടി മലനിരകളിൽ ഉരുളുപൊട്ടുകയില്ലെന്നോ, അതിവർഷം ഉണ്ടാകുകയില്ലെന്നോ, വെള്ളപ്പൊക്കം ഉണ്ടാകുകയില്ലെന്നോ അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിലും കേരള ഗവൺമെൻറ്റിൻ്റെ 136 എന്ന ഔദ്യോഗിക നിലപാടും വെച്ച് നോക്കുമ്പം സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രചരണം, വ്യാജ പ്രചരണങ്ങൾ, വള്ളക്കടവ്, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്ന മനുഷ്യരുണ്ട്. വള്ളക്കടവ്, മ്ലാമല, ചപ്പാത്ത്, ഉപ്പുതറ തുടങ്ങിയ പ്രദേശങ്ങളിലെ മനുഷ്യരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല.
ഒരു ക്യാമ്പയിനിലൂടെ ഒരു വലിയൊരു കൂട്ടം സംഘടിപ്പിച്ച് ആ കൂട്ടത്തിലൂടെ ഒരു മുന്നേറ്റം നടത്താം. അത്തരത്തിലൊന്നും ഇത് മുന്നേറ്റം നടത്താൻ സാധിക്കില്ല. കാരണം 2006 മുതൽ 2011 വരെ അത്ര വലിയ മുന്നേറ്റം നടത്തിയ ഒരു സമരസമിതിയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ആ സമരസമിതിയിൽ നിന്ന് പിന്നീട് എന്നെ പുറത്താക്കി. അത് മറ്റു ചില കാര്യങ്ങൾ, അത് വേറൊരു കാര്യം. അത് അന്നൊരു നിർദ്ദേശം ഞാൻ മുന്നോട്ട് വെച്ചതിൻ്റെ പേരിലാണ് എന്നെ പുറത്താക്കിയത്. ആ നിർദ്ദേശം ഇതായിരുന്നു: ഇന്ന് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണലിനേക്കാൾ താഴ്ന്ന വിധാനത്തിൽ മറ്റൊരു ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തി കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും ഉറപ്പാക്കുക എന്നതായിരുന്നു ആ നിർദ്ദേശം. ആ പുതിയ ടണൽ വന്നാൽ ഇന്നുള്ളതിനേക്കാൾ വെള്ളം തമിഴ്നാടിന് കിട്ടും. നിങ്ങൾ 2014 സുപ്രീം കോടതിയുടെ വിധി പരിശോധിക്കണം. പേജ് നമ്പർ 148 മുതൽ 152 വരെ ഈ ടണലിനെ കുറിച്ചാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എ ന്യൂ ടണൽ സേ അറ്റ് ദ എലിവേഷൻ 50 feet ഹൈ. കോടതി ഉത്തരവ് നിങ്ങൾ കാണണം. കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു: ദ സേഫ്റ്റി കൺസേൺ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വുഡ് ബി മെറ്റ് ഫ്രം ദ എക്സിസ്റ്റിംഗ് ഡാം ആഫ്റ്റർ കൺസ്ട്രക്ടിങ് എ ന്യൂ ടണൽ ഫോർ ഇവാക്യുവേഷൻ ഓഫ് റിസർവോയർ വാട്ടർ. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് അതിനേക്കാളൊക്കെ 2000 കോടിയും 3000 കോടിയും മുടക്കാൻ നമ്മൾ തയ്യാറായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. മറ്റു പരിഹാര മാർഗങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് അത്തരം ആലോചനകൾ കൂടി നടത്തണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മുല്ലപ്പെരിയാർ ഇന്നിപ്പോൾ ഇതാ പൊട്ടാൻ പോകുന്നു, അത് ഡീകമ്മീഷൻ ചെയ്തില്ലെങ്കിൽ എന്ന പ്രചാരണത്തിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്നതിൻ്റെ പ്രചാരകർ തന്നെ ആലോചിക്കുന്നത് നല്ലതാണ്. ഒപ്പം നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. അതിന് സമവായം വേണം, നിയമപരമായ ഇടപെടലുകളും അത്യാവശ്യമാണ്. അതിൻ്റെ വഴിക്ക്. ഇനി ഇന്നിപ്പോൾ അവസാനിപ്പിക്കുന്ന സമയത്ത് താങ്ക് യു CP റോയ്, ഡോക്ടർ ജോ ജോസഫ്, മുൻ ചീഫ് സെക്രട്ടറി, PC സിറിയക്, അനിൽകുമാർ CPIM-ൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദിയുണ്ട്.